വെൽക്കം ഭീമ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല രീതിയിൽ തന്നെ സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഗുഡ് മോർണിംഗ് ആൾ. നമ്മളെല്ലാവരും നല്ലൊരു മെഡിറ്റേഷനിലൂടെ കടന്നു വന്നു അല്ലെ? അപ്പോ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. മോർണിംഗ് സീപ്പ് അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരനും വേണ്ട വിധത്തിൽ അത് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു മോർണിംഗ് സ്ലീപ്പിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കൂടെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരെയും ഈ ഒരു മോർണിംഗ് സ്ലീപ്പിലേക്ക് എല്ലാ ദിവസവും ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. കാരണം ചിലപ്പോൾ രാവിലെ ആയതുകൊണ്ട് നെറ്റ് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാണ്. എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ. അപ്പോ നമുക്ക്, കാരണം അത്രയ്ക്കും ഒരു വണ്ടർഫുൾ പ്രോഗ്രാം ആണ് രാവിലെ നടക്കുന്ന ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ കൂടെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ, ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം ഡയറക്ട് സെല്ലിംഗ് ആരംഭിച്ച സമയത്ത് അവർ 1-2 ദിവസങ്ങളിലൊക്കെ ഹോട്ടലിൽ റൂം എടുത്ത് പൈസ കൊടുത്ത് പേ ചെയ്ത് അറ്റൻഡ് ചെയ്ത പല പ്രോഗ്രാമുകൾ, പല ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് മോർണിംഗ് സീപ്പിലൂടെ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് രാവിലെ ഫ്രഷ് ആയിട്ടുള്ള മൈൻഡിലും ഫ്രഷ് ആയിട്ടുള്ള ബ്രെയിനിലും കിട്ടുന്നത് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഇതാണ് ഇല്ലേ? അപ്പോ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏർലി മോർണിംഗ് ആണ്. ആ സമയത്ത് കിട്ടുന്ന ഇത്രയും നല്ലൊരു ടീച്ചിങ് പരമാവധി ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നത് ഏതൊരാൾക്കും ഈസി ആയിട്ട് വളരാനായിട്ട് സാധിക്കും. രാവിലെ കിട്ടുന്ന മെഡിറ്റേഷൻ നമുക്ക് നമ്മുടെ ഫ്രഷ് മൈൻഡിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. നമ്മളത് കീപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം വേണമെങ്കിലും ഉയരത്തിൽ എത്താൻ സാധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആ ടോപ്പിക് തന്നെ നമുക്കറിയാം, ഡ്യൂപ്ലിക്കേഷൻ. എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്തത്? ഡ്യൂപ്ലിക്കേഷൻ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആക്ച്വലി നമ്മുടെ ബിസിനസ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത്, അത് മൾട്ടിപ്പിൾ ആയി നടത്തണം. അതോടുകൂടി നമ്മുടെ ബിസിനസ് ലേയേഴ്സ് ഓഫ് ലീഡേഴ്സിലേക്ക് മാറിപ്പോകും. സോ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ എന്താണ്, എന്തിനാണ് ഡ്യൂപ്ലിക്കേഷൻ, എന്താണ് സോറി അതിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും അറിയാം, ഡയറക്റ്റ് സെല്ലിംഗിൽ എനിക്കാണ് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ നമ്മൾ പലരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരും ഉണ്ട്, എക്സ്പീരിയൻസ് ഉള്ളവരും ഈ ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്. നമ്മുടെ സിസ്റ്റത്തെ എത്ര സിമ്പിൾ ആക്കി നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കുമോ, അതായത് നമ്മുടെ സിസ്റ്റത്തെ എത്ര സിമ്പിൾ ആക്കി നമ്മുടെ കൂടെ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അതാണ് ആക്ച്വലി ഡ്യൂപ്ലിക്കേഷൻ. സിമ്പിൾ ആക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈസിയായി പറയുകയാണെങ്കിൽ കിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക എന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ കൈക്കൊള്ളേണ്ടത്. എന്താണ് കിസ് പ്രിൻസിപ്പിൾ? ഏത് സാധാരണക്കാരനും പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ടുവരണം. അത്തരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു പോയിന്റ് കിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഞാനും അതുപോലെ പല ലീഡേഴ്സും പഠിച്ച ഒരു പ്രിൻസിപ്പിൾ ആണ് കിസ് പ്രിൻസിപ്പിൾ. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്റ്റുപ്പിഡ്. നമ്മളൊന്ന് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് മറ്റുള്ള ലീഡേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്ട്രിബ്യൂട്ടർക്ക് തോന്നണം ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന്. ഏതൊരാൾക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഏതൊരാൾക്കും പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഏതൊരാൾക്കും സംസാരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ആയിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഒരിക്കലും ഏറ്റവും നല്ല സ്പീക്കർ അല്ലെങ്കിൽ ഏറ്റവും നല്ല ട്രെയിനർ നല്ലൊരു ലീഡർ ആകണമെന്നില്ല. ഒരു ലീഡർ നല്ല ഡ്യൂപ്ലിക്കേറ്റർ മസ്റ്റ് ആയിട്ടും ആയിരിക്കണം അല്ലെ? നമ്മൾ എത്ര പേരിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ ടീമിൽ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാൻ പ്രസന്റേഷൻ എടുക്കുന്നത് നമ്മളിൽ ഒരാളായിരിക്കാം, ചിലപ്പോൾ ഞാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്തിനകത്തോ ഉള്ള നല്ലതുപോലെ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തി. പക്ഷെ അതെന്തായാലും നല്ല കാര്യം തന്നെ. നമ്മളെ പോലെ എത്ര പേര് നമ്മുടെ ടീമിൽ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മുടെ റിസൾട്ട്. അവിടെയാണ് നമ്മുടെ ലീഡർഷിപ്പ് എംപവർ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ലീഡർ ആണോ, നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റർ ആയിരിക്കണം. അതെപ്പോഴും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ നമ്മുടെ
ഡൗൺലൈനുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഞാൻ സംസാരിക്കുന്നത് എന്നാണ്. എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു കാരണവശാലും നമ്മുടെ പേഴ്സണൽ ഇന്റലിജന്റ്, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കഴിവുകളെ പുറത്തേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓവറായിട്ടുള്ള കഴിവുകൾ പുറത്തേക്ക് എടുത്താൽ അപ്പോൾ തന്നെ നമ്മൾ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇത് ഡ്യൂപ്ലിക്കബിൾ ആണോ? നമ്മുടെ ടീമിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിക്കുന്നത്? ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിന്റെ വളർച്ച വളരെ വളരെ വലുതാണ്. നമുക്കറിയാം ഇത് ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കബിൾ ബിസിനസ് ആണ് അല്ലെ. നമ്മുടെ 10 കോർ സ്റ്റെപ്സിൽ ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ആണത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് അതേപടി തന്നെ മറ്റൊരാൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിലുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അതിന് യാതൊരു വ്യത്യാസവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ തക്ക രീതിയിലേക്കുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് തന്നെ നമ്മൾ മാറണം. നമ്മൾ ഓരോ ഫങ്ഷൻസ് പങ്കെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോ ഫങ്ഷൻസ് പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാനും കുറച്ച് ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതലായിട്ട് ഒരു ഹൗസ് വൈഫ് ആണ്, സൂം മീറ്റിങ്ങിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അല്ലാതെ ഫിസിക്കൽ മീറ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്കും ഓരോ വലിയ വലിയ ഫംഗ്ഷൻസ്, FRE പോലുള്ള അല്ലെങ്കിൽ ഡ്രീം നൈറ്റ് പോലുള്ള ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ ഓരോ ടോപ്പ് ലീഡേഴ്സും എന്ത് സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലെ. സിസ്റ്റം ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ടാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് മാത്രമേ മറ്റുള്ളവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യമായിട്ട് ഈ ഒരു സെഷൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകണം, ഇത് വളരെ സിമ്പിൾ ആയിട്ട് എനിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ എന്നൊരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ ഓരോ സ്പീച്ചും. ഓരോ ടോപ്പിക്കുകളും അത്ര തന്നെ സിമ്പിൾ ആയിരിക്കണം. അവിടെ നിന്നാണ് നമുക്ക് റിസൾട്ടുകൾ ഉണ്ടായി വരുന്നത്. എത്ര ആൾക്കാരിലേക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു അവരിൽ നിന്നെല്ലാം എമർജ് ചെയ്യുന്ന ഒരു സാധനമാണ് ലീഡർഷിപ്പ്. നമ്മുടെ ടീമിൽ എത്ര ലീഡേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ഒരു ലീഡർ ഉണ്ടായി വരുന്നത്, സിസ്റ്റം എത്ര ലെയേഴ്സിലേക്ക് മാറി, എത്ര വ്യക്തികൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അതിനാനുപാതികമായിട്ടായിരിക്കും നമ്മുടെ ഈവൻ ലീഡർഷിപ്പുകൾ ഉണ്ടായി വരുന്നത്. ആ ലീഡേഴ്സ് ഉണ്ടായി വരുന്നതിനനുസരിച്ച് നമ്മുടെ വോളിയം കൂടിക്കൊണ്ടിരിക്കും. അതിനാനുപാതികമായിട്ടുള്ള സക്സസ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുകയാണ്. എന്തുകൊണ്ടാണ് കിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം എന്ന് പറയാനുള്ള ഒരു കാരണം, നമുക്കൊരു പക്ഷെ 5 വർഷത്തെയോ അല്ലെങ്കിൽ 10 വർഷത്തെയോ 15 വർഷത്തെയോ എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാവും. നമുക്ക് എക്സ്പീരിയൻസ് ധാരാളം കാര്യങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം അല്ലെ. നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്ലാൻ പ്രസന്റേഷനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ ആദ്യമായി കേൾക്കുന്ന വ്യക്തി ചിന്തിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്തായിരിക്കും? ഹോ, ഇത് എന്നെ കൊണ്ട് പറ്റില്ല, ഇത് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു സാറിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു മേഡത്തിനെ പോലെ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ എന്നുള്ളതായിരിക്കും അവരുടെ ആ ഒരു ചിന്ത മനസ്സിൽ ഓടി വരുന്ന അല്ലെ ആദ്യം വരുന്നതായിരിക്കും. സോ ഒരിക്കലും അത്തരത്തിലുള്ള നമ്മുടെ അറിവുകൾ മുഴുവൻ ഒരു പ്ലാൻ പ്രസന്റേഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പ്ലാൻ പ്രസന്റേഷനിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ ഒരു കമ്പനി, എന്താണ് ഈ കമ്പനിയുടെ പ്രോഡക്ട്സുകൾ, ഈ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയാൽ അത് ഏതൊരാൾക്കും ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടേതായ കൈകളിൽ നിന്നും ഒന്നും ഇടാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പീക്കർ ആയിട്ട് മാറണമെന്ന് ആര് തീരുമാനിച്ചാലും ആ കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊന്ന് ചിന്തിച്ചാൽ അത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്ത് നമ്മുടെ ഡൗൺലൈൻ്റെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രോപ്പർ ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ആണ് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം. പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ആണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യം സിസ്റ്റമാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെ. ഇതിന്റെ ബാലൻസിങ് ആണ് നമ്മുടെ സക്സസ്. ആ ബാലൻസിങ് ആണ് നമ്മുടെ ടീമിനകത്ത് ഉണ്ടായി വരുന്ന ലീഡേഴ്സ്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ടീമിനകത്ത് എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടീമിനകത്ത് എത്ര പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്ര പേർ 10 കോർ സ്റ്റെപ്സ് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, എത്ര പേർ 13 എസെൻഷ്യൽ വളരെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്, എത്ര പേർ 3 സ്റ്റെപ്സ് ടു ക്രൗൺ പ്രോസസ് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പറുകൾ കുറയുന്നുവെങ്കിൽ ഒരു കാര്യം തിരിച്ചറിയണം, ടീമിൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. അല്ലെങ്കിൽ ടീമിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ ചെയ്യുന്ന കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ല എന്നുള്ള തിരിച്ചറിവുകളാണ് നമ്മുടെ ടീമിനടുത്ത ലേയേഴ്സ് ഓഫ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്
നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ബിസിനസ്സിനകത്ത് ഏത് സെഷൻസ് എടുക്കുമ്പോഴും അത് എത്ര കണ്ട് സിമ്പിളായി എടുക്കുന്നത് നമ്മുടെ ഡൗൺലൈൻസിനെ ഈസി ആക്കി കാണിച്ചു കൊടുക്കാൻ പറ്റും. ആ ലെവലിലേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ എപ്പോഴും മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും, ഇപ്പോ ബുക്കുകൾ വായിച്ചു, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു, യൂട്യൂബ് റെക്കോർഡ്സുകൾ കേട്ടു, അവിടെ നിന്നൊക്കെ റെഫർ ചെയ്തായിരിക്കും നമ്മളൊരു ടോപ്പിക് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ടോപ്പിക് ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യം വളരെ ബെസ്റ്റ് ആണ്, അതിൽ യാതൊരു സംശയവുമില്ല. ബട്ട് അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ? അത് എത്ര കണ്ട് സിമ്പിൾ ആണ്? അത് നമ്മുടെ ഡൗൺലൈൻസിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അവർ ഈസി ആയിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? ആ ലെവലിലേക്ക് നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം. എന്തൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിസ്റ്റം. അത് സിസ്റ്റമാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടതും എന്ന് ഞാൻ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ സിസ്റ്റം ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മിറാക്കിൾ മോർണിംഗ് പോലെയുള്ള പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ആബ്സെൻസി പോലും ബിസിനസ് വർക്ക് ചെയ്യിക്കുന്ന ഒരു സ്ഥലമാണ് മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമിന്റെ ഈ ഒരു ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ ഈ ഒരു സെഷൻസ്. രാവിലെ 5 മണിക്ക് ഉണരുന്നവരുണ്ടാകാം, 5:30 ഉണരുന്നവരുണ്ടാകാം. ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഡൗൺലൈൻസിനെ മുഴുവൻ ഓരോരുത്തരായിട്ട് ഫോൺ വിളിക്കുക, മോർണിംഗ് സീപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ എടുത്തില്ല എന്ന് വരും, നോ പ്രോബ്ലം. എന്തായിരുന്നാലും നിങ്ങളുടെ ടീമിലെ എത്ര ആളുകളെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ടീമിൽ നിന്ന് 5, 10, 15, 25, 50, 100 ആയിട്ടുള്ള ആൾക്കാർ മിറാക്കിൾ മോർണിംഗ് പ്രോഗ്രാമിലേക്ക് കയറ്റി ഒരു 21 ദിവസം അവരെ കണ്ടിന്യൂ ആയിട്ട് അത് അറ്റൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ, അതൊരു പ്രാക്ടീസ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. പിന്നീട് അവർക്ക് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. 21 ദിവസം പ്രാക്ടീസ് പെർമനന്റ് എന്നാണ്. ഓട്ടോമാറ്റിക്കലി അത് പെർമനന്റ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അതായത് അതൊരു ശീലമായിട്ട് മാറും. ക്വസ്റ്റ്യൻ, അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ? യെസ്, ഡെഫിനറ്റ്ലി അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്, അല്ലെ? കാരണം എന്താ കാരണം? നമ്മുടെ ടീമിൽ നിന്ന് 50 പേർ മിറാക്കിൾ മോർണിംഗിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കയറാൻ തുടങ്ങിയെങ്കിൽ, ഒരു 4 ദിവസം നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നോ പ്രോബ്ലം, നമ്മുടെ കൂടെ വന്ന സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും, സിസ്റ്റം പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആബ്സെൻസിൽ പോലും നമ്മുടെ ഡൗൺലൈൻസ് സിസ്റ്റം പഠിക്കുന്ന ഒരു പ്രവണതയാണ് ആക്ച്വലി ഡ്യൂപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിറാക്കിൾ മോർണിംഗ് അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഈ ഒരു മിറാക്കിൾ മോർണിംഗ് എന്നൊരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ പ്ലാറ്റ്ഫോം ഏതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഏതാണ്? CEO പ്രോഗ്രാമുകളാണ്. നമ്മൾ ഡെയിലി 3 CEO പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്, അല്ലെ? നമ്മുടെ ബിസിനസ്സിലെ ജീവനാഡിയാണ് CEO പ്രോഗ്രാമുകൾ. നമ്മൾ സൂം വഴിയാണ് CEO നടത്തുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും വീക്ക്ലി CEOകൾ നടത്തുന്നുണ്ട്. ഡയറക്റ്റ് സെല്ലിംഗിൽ വർഷങ്ങളായിട്ട് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഒരു വീക്ക്ലി മീറ്റിംഗ്. ഈസ് ഇൻ ഡ്യൂപ്ലിക്കേറ്റബിൾ? യെസ്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ടീമിൽ നിന്ന് എത്ര പേർ വീക്ക്ലി മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നു, അതാണ് നമ്മുടെ റെഗുലർ ഗ്രോത്ത് നിശ്ചയിക്കുന്നത്. കാരണം സീയിങ് ഈസ് വിൻ വിൻ ആണ്. കണ്ട് വിശ്വസിക്കേണ്ടത്, കേട്ട് വിശ്വസിക്കേണ്ടത്, പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ വീക്ക്ലി മീറ്റിംഗുകൾ പ്രൊമോട്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് മീറ്റിംഗുകൾ പങ്കെടുപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. വെസ്റ്റേജ് ബിസിനസ്സിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ ഒരു വീക്ക്ലി മീറ്റിംഗുകൾ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, ഫങ്ഷൻസ് തീരുമാനങ്ങൾ എടുക്കാനുള്ള വേദിയാണ് സുഹൃത്തുക്കളെ. ഫങ്ഷൻസിലൂടെയാണ് എപ്പോഴും തീരുമാനം എടുക്കുന്നത്. ഏതൊരു ഫങ്ഷനിലേക്ക് ഏതൊരു ലീഡറുടെ വേഴ്സ് ആണ് നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അറ്റൻഡ് ആൾ ഫങ്ഷൻസ്, പ്രൊമോട്ട് ആൾ ദ ഫങ്ഷൻസ്, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കംപ്ലീറ്റ് ഫങ്ഷൻസ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കാതോർത്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നവംബറിൽ നടക്കുന്ന അവാർഡ് ഫങ്ഷൻസ്, അതുപോലെ ജനുവരിയിൽ നടക്കുന്ന FRE ഫാമിലി റീയൂണിയൻ പ്രോഗ്രാം, അതുപോലെ ഡ്രീം നൈറ്റ് പ്രോഗ്രാം, ഗോ ക്രൗൺ പ്രോഗ്രാം, പിന്നെ നമ്മളെ കമ്പനി പ്രോഗ്രാമുകൾ CND, അതുപോലെ ഈ മാസം വരുന്ന VLCM പ്രോഗ്രാമുകൾ, വിന്നിംഗ് ടീം നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും പ്യുർ വിന്നിംഗ് ടീം സിസ്റ്റമാണ്. നിങ്ങളുടെ എത്ര ആൾക്കാരെ അല്ലെങ്കിൽ എത്ര ടീമുകളെ ഓരോ മീറ്റിങ്ങുകളിലും പങ്കെടുപ്പിക്കാൻ സാധിക്കും, അതാണ് നിങ്ങളുടെ സക്സസ്. ആ കാര്യങ്ങളാണ് പിന്നീട് നിങ്ങളുടെ ഡൗൺലൈൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് അവിടെ നിങ്ങൾ അവരെ കൊണ്ടുപോകാതെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ചീറ്റിംഗ് നടത്താം. നിങ്ങളുടെ ടീമിൽ 50 പേരുണ്ടെങ്കിൽ ആ പ്രോഗ്രാമുകളുടെ ഇമ്പോർട്ടന്റ് ആണോ അല്ലയോ എന്ന് പോലും നിങ്ങൾ ചെക്ക് ചെയ്യാതെ ആ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവരെ കൂട്ടിയിട്ട് അവിടെ ഇരുത്തി ട്രെയിനിങ് നടത്തുന്നു എങ്കിൽ അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. എന്തുകൊണ്ടാണ്? അവർ സിസ്റ്റവുമായിട്ട് കണക്ട് ആവുന്നില്ല, അല്ലെ? അല്ല, കാരണം ഈ കണക്ട് ചെയ്ത് നേരെ വിന്നിംഗ് ടീം സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. SP സാർ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വിന്നിംഗ് ടീമിന്റെ ഒരു പാർട്ടാണ് എന്നാണ്. വിന്നിംഗ് ടീമിന്റെ ഹെഡ് ആയിട്ടിരിക്കുന്ന SP സാർ പോലും പറയുന്ന ഒരു വേർഡാണത്.
കാരണം വിന്നിംഗ് ടീമിന്റെ പാർട്ടാണ് ഞാനെന്നാണ്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിറാക്കിൾ മോർണിംഗ്, വീക്ക്ലി സിഇഒ, മന്ത്ലി സെമിനാർ, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള അവിടെയൊക്കെ നിങ്ങൾക്ക് 10 കോർ സ്റ്റെപ്സ് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുമോ? അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസിന്റെ വിന്നിംഗ് ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സിസ്റ്റങ്ങളിൽ ഒന്നാണ് 10 കോർ സ്റ്റെപ്സ്. അതായത് നമ്മുടെ ബിസിനസിന്റെ ഏറ്റവും കാതലായ പാർട്ടാണ് 10 കോർ സ്റ്റെപ്സ്. അത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാനും അത് ഡേ ടു ഡേ നിങ്ങൾ ഫോളോ ചെയ്യാനും തയ്യാറാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് പഠിപ്പിക്കാനും സാധിക്കും. അത് തന്നെ നിങ്ങളുടെ ഡൗൺലൈൻസ് ഫോളോ ചെയ്യാനും സാധിക്കും. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. 13 എസൻഷ്യൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരു കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമാണ് 3 സ്റ്റെപ്സ് ടു ക്രൗൺ. ഈ ബിസിനസ്സിൽ എത്ര സിമ്പിൾ ആയിട്ട് നമുക്കൊരു ക്രൗൺഷിപ്പിലോട്ട് പോകാൻ പറ്റും, അതിനെപ്പറ്റി ആധികാരികമായിട്ട് കഴിഞ്ഞ ഫാമിലി മീറ്റിംഗിൽ ഷാജി സാർ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിന്റെ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങളുടെ അപ്ലൈനോട് വാങ്ങി കേൾക്കുക, മനസ്സിലാക്കുക. അതേപടി തന്നെ നിങ്ങളുടെ ഡൗൺലൈൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കുക, അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. എത്ര ലെയേഴ്സിലുള്ള ലീഡേഴ്സ് അത് ചെയ്യുന്നുണ്ട്, അതിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ടുകളും ഗ്രോത്തുകളും വോളിയമുകളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പ്ലേസ് മീറ്റിംഗ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ പ്രോഡക്റ്റ് ആൻഡ് സിസ്റ്റം എഡ്യൂക്കേഷൻ എത്ര കണ്ട് സിസ്റ്റം ആയിട്ടാണ് അത് പഠിപ്പിച്ചിരിക്കുന്നത്. സിസ്റ്റവും പ്രോഡക്റ്റും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ലീഡേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പഠിപ്പിക്കണം. കാരണം നമുക്കറിയാം പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ നമ്മുടെ എത്ര ഡൗൺലൈൻ പ്രോഡക്റ്റ് ഡെമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിസ്റ്റം എപ്പോഴൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്തൊക്കെ പറ്റുമെങ്കിൽ 1 or 2 പുതിയ പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഡൗൺലൈൻ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിരിക്കണം. കാരണം എല്ലാ ആൾക്കാരും ബിസിനസ്സിലേക്ക് വരണമെന്നില്ല. വരുന്ന ആൾക്കാർ കുറച്ചു പേർ ഉണ്ടാകും, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാനായിരിക്കും വരുന്നത്. എന്തിനാണ് അവർ വന്നതെങ്കിലും അവർക്ക് പ്രോഡക്റ്റിന്റെ അറിവ് ശരിയായ രീതിയിൽ കിട്ടണമെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്തിരിക്കണം. അതിന്റെ സിസ്റ്റം പഠിപ്പിക്കണം. അതായത് ഒരു സൈഡിൽ സിസ്റ്റങ്ങളെ പഠിപ്പിക്കുക, അനന്തര സൈഡിൽ പ്രോഡക്റ്റിനെ കുറിച്ച് ഡെമോ കാണിച്ചിരിക്കണം. ഇത് രണ്ടും അടുത്ത ലെയേഴ്സിനുള്ള ലീഡേഴ്സും ചെയ്യണം. അവിടെയാണ് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ആ ഡ്യൂപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോഴാണ് റിസൾട്ടുകൾ ഉണ്ടായി വരുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നെവർ അപ്ലൈൻ യുവർ ഓൺ ഇന്റലിജൻസ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, അതായത് നമ്മുടെ അറിവുകൾ വെച്ചിട്ട് നമ്മുടെ കൈകളിൽ നിന്നും ഈ കാര്യങ്ങൾ ഇട്ടിട്ടുള്ള ട്രെയിനിങ്സുകൾ ചെയ്യാതിരിക്കുക. അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യുക. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും വ്യത്യസ്തമായ ഒരു സ്പീക്കർ ആയിട്ട് മാറണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക. അത്തരത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഈസ് ഡ്യൂപ്ലിക്കേറ്റബിൾ. ഈസ് ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റബിൾ? യെസ് ഓർ നോ? യെസ് ആണ് അല്ലെ? കാരണം ആൻസർ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യുന്ന എന്ത് കാര്യം, ഞാൻ പറയുന്നു, എന്ത് കാര്യമായാലും അപ്ലൈനുമായിട്ട് ഡിസ്കസ് ചെയ്ത് മാത്രം നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഒരു സൂം മീറ്റിംഗിന് വേണ്ടിയുള്ള ഒരു സ്ലൈഡ് പ്രിപ്പറേഷൻ പോലും എത്ര സിമ്പിളാക്കി ചെയ്യാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും വലിയ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ആ ലെവലിൽ പ്ലാൻ ചെയ്താൽ നമ്മുടെ ബിസിനസ് വളരെ ഫാസ്റ്റ് ലീഡേഴ്സിന്റെ ഒരു നിര തന്നെ നമുക്ക് ഓർഗനൈസേഷനിൽ ഉണ്ടായി വരും. ഇതിന് ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഏതൊരു ഡിസ്ട്രിബ്യൂട്ടർക്കും ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം നമ്മുടെ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ റിസൾട്ടുകൾ മുഴുവൻ വരാനായിട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റുകളായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. നിങ്ങൾ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ് ആയിട്ട് മാറിയാൽ അത് അതേപടി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ഡൗൺലൈൻസ് സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് മാറും. അതേ ഡൗൺലൈൻസിന്റെ താഴെ അടുത്ത ലെയർ വരുന്ന ആൾക്കാർ ഇതേ സെയിം സിസ്റ്റം ഫോളോ ചെയ്യും. ലേയേഴ്സ് ഓഫ് ലീഡേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഈസ് ദ കീ ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ സംസാരിക്കാനും ചെയ്യാനും പാടുള്ളൂ. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അതിലേക്ക് തന്നെ ശ്രദ്ധ വെക്കുക. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ്സും നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഒരു തോട്ടിലോ ഒരു വേർഡിലോ ഒരു കമ്മ്യൂണിക്കേഷനിലോ ഉണ്ടായി വന്നാൽ, ഒരു ക്രോസ്ലെ കമ്മ്യൂണിക്കേഷൻ വന്നാൽ നമ്മുടെ ഡൗൺലൈൻസ് അത് 3 ഇരട്ടി 4 ഇരട്ടിയായിട്ട് അത് ചെയ്യാൻ തുടങ്ങും.
അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഒരിക്കലും അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കുക. ചിന്തിക്കാൻ പോലും പാടില്ല, ചെയ്യാൻ പാടില്ല എന്നത് വളരെ വ്യക്തം. ചിന്തിക്കാൻ പോലും പാടില്ല. എപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറാൻ തയ്യാറാവുക. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഏതൊരാളും എപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യുക. ഒരു വിന്നിംഗ് ടീം സെർവർ ആയിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ വിന്നിംഗ് ടീം സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ടീമിലുള്ളവർ അവരുടെ ഹെൽപ്പിന് വേണ്ടി നമ്മളെ ചിലപ്പോ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും, മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അത് എന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിട്ട് അത് ഫോളോ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ എന്റെ ലീഡർഷിപ്പ് ഫോഴ്സും ആ സെയിം പ്രോസസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ റിസൾട്ട് എത്ര വലുതായി മാറും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സോ അതിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ തീരുമാനമെടുക്കുക. ഒരിക്കൽ കൂടി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഒരിക്കൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൂസ് ടോക്കുകൾ ഒരിക്കലും പാടില്ല, അത് ശ്രദ്ധിക്കുക. നോ ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ. ഒരു കാരണവശാലും നമ്മളുടെ ടീമിനകത്ത് ഇരിക്കുന്ന ആൾക്കാർ അല്ലാത്ത നമ്മുടെ മറ്റ് അപ്ലയൻസിലെ മറ്റ് ടീമുകളിലുള്ള ലീഡേഴ്സുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹായ് ഒന്ന് വിഷ് ചെയ്യുക എന്നതൊഴിച്ചാൽ വേറെ ഒരു കാര്യത്തിലും നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് നമുക്കില്ല. അത് അങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സിസ്റ്റം വയലേഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ സെക്യൂരിറ്റി യുവർ അപ്ലൈൻ, നിങ്ങളുടെ അപ്ലൈനുമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ഡൗൺലൈനോട് സംസാരിക്കാതിരിക്കുക. പലപ്പോഴും ഞാൻ കേട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോബ്ലം വന്നാൽ ആദ്യം നമ്മൾ ഡൗൺലൈനോട് പറയും, പ്രോപ്പർ ക്രോസ് ലെഗിനോട് പോയി പറയും. അതൊരിക്കലും ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പോയാൽ, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ അത് കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കും. അത് നമ്മുടെ ബിസിനസ്സിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയെടുക്കും. ആ ഡാമേജ് വരാതിരിക്കണമെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൊഡക്റ്റുകളും ക്യാഷ് ട്രാൻസാക്ഷനുകളുമാണ്. പൈസയുടെ കൈമാറ്റങ്ങൾ, പൈസ കൊടുക്കൽ വാങ്ങലുകൾ, പ്രൊഡക്റ്റുകളുടെ കൊടുക്കൽ വാങ്ങൽ, കടം കൊടുക്കൽ, DLCP പോയി കടം വാങ്ങലുകൾ, ഡൗൺലൈനിലും പൈസ കൊടുക്കൽ, ക്രോസ് ലെഗിൽ പൈസ കടം ചോദിക്കൽ, കൊടുക്കലുകൾ, ഇതെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതൊക്കെ ചെയ്താൽ ഇതിന്റെ 10 ഇരട്ടി നമ്മളുടെ ബിസിനസ് ഡാമേജ് ഉണ്ടാക്കും. ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. കാരണം ഈ ഒരു ബിസിനസ്സിൽ ഒരു ഡൗൺലൈനുമായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ടാകരുത്, മണി ബേസ്ഡ് മാനേജ്മെന്റ് ഉണ്ടാകരുത്. അത് വലിയൊരു ഡാമേജ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ പണം കൊടുക്കലോ വാങ്ങലോ ചെയ്യാതിരിക്കുക, പ്രൊഡക്റ്റുകൾ കൊടുക്കലോ വാങ്ങലോ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്, എനിക്ക് പറയാവുന്ന ഒരു കാര്യം, ഒരിക്കലും ഒരു DLCPയിൽ പോയി ക്രെഡിറ്റിൽ ഒരു ബിൽ ചെയ്യാതിരിക്കുക. റെഡി ക്യാഷിലോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിലോ മാത്രം ബില്ല് പേ ചെയ്യുക. അതൊന്നും ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ല. കാരണം നമ്മൾ ക്രെഡിറ്റിൽ ബില്ല് അടിച്ചു എന്ന് നമ്മുടെ ഡൗൺലൈൻസ് അറിഞ്ഞാൽ, നമ്മൾ ഒരു ബില്ല് അടിച്ചാൽ അവർ 2 ബില്ലോ 3 ബില്ലോ അടിക്കുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ക്രെഡിറ്റിലുള്ള പ്രോസസ്സുകൾ ഒന്നും തന്നെ ചെയ്യാതിരിക്കാം. അതൊന്നും ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊന്നും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുന്ന കാര്യവുമല്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബിസിനസ്സിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ആണ് ഇനി വരാൻ പോകുന്നത്, അല്ലെ? കാരണം ഇനി വരുന്നത് 22ാമത്തെ ആനിവേഴ്സറി ആണ്. അതുകൊണ്ട് തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ SP സാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിൽ 100% സബ്മിഷൻ ഉള്ള ഒരു ലീഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. 100% സബ്മിഷൻ ഉള്ളവരായിട്ട് മാറണം. എന്തിനാണ് നിങ്ങളുടെ അപ്ലൈനും ആയിട്ട് 100% സബ്മിഷൻ? ഒരു ലൂസ് സ്റ്റോക്കുകൾ പോലും നമ്മുടെ അപ്ലൈനുമായിട്ട് വരാതിരിക്കുക. അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അപ്ലൈനുമായിട്ട് ഒരു സിറ്റിംഗ് ആൻഡ് പ്ലാനിങ് നമ്മുടെ ബിസിനസ്സിൽ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനുമായിട്ട് ഒരു സിറ്റിംഗ്, ഒരു പ്ലാനിങ്, ഒരു കൗൺസിലിംഗ്, മെന്ററിങ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസ് ഇറ്റ് ഡ്യൂപ്ലിക്കേറ്റബിൾ? യെസ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെ? ഡെഫിനറ്റ് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡൗൺലൈനും ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അവരും ഇത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു അത് നിങ്ങൾ ഡൗൺലൈൻ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ തയ്യാറാവും. നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഡൗൺലൈനും അത് ചെയ്യില്ല. അപ്പോ അതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത്തരം സിറ്റിങ്ങുകളും പ്ലാനിങ്ങും കൗൺസിലിങ്ങും പോലുള്ള കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എത്ര ആൾക്കാരെ മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് നമ്മുടെ റിസൾട്ട്. നമുക്ക് എന്തുകൊണ്ട്
LOB വോളിയം വരുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. LOB തരുന്ന ലെഗിനകത്ത് നമ്മുടെ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എത്ര ലീഡേഴ്സ് ഉണ്ട്? അറ്റ്ലീസ്റ്റ് ഒരു 4 or 5 പ്രസന്റേഴ്സ് സിസ്റ്റം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ PSC ഫോളോ ചെയ്യുന്ന ലീഡേഴ്സ് 4 or 5 പേർ ഒരു ടീമിനകത്ത് ഉണ്ടെങ്കിൽ ആ ലെഗിൽ നിന്ന് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള LOB കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, അങ്ങനത്തെ ഒരു LOB ലെഗിൽ നിന്ന് കിട്ടണമെങ്കിൽ, ഒരു ലെഗിൽ നിന്ന് കിട്ടണമെങ്കിൽ ആ ടീമിനകത്ത് സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, പ്ലാൻ പ്രസന്റേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, 10 core സ്റ്റെപ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, മിറാക്കിൾ മോർണിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ CEO ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ഡ്യൂപ്ലിക്കേഷൻ. അത് പ്രൊമോട്ട് ചെയ്യുക. ഏറ്റവും നല്ല ട്രെയിനേഴ്സ് ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മുടെ കേരളത്തിൽ ഉണ്ട്. നമ്മൾ പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരേ ടോപ്പിക്കുകൾ തന്നെ വിന്നിംഗ് ടീം ലീഡേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ വിന്നിംഗ് ടീം ലീഡറായ നിജു സാർ ഒരിക്കൽ ഒരു ഡ്രീം സെഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ജ്യോതിഷ് കുമാർ സാറിന്റെ ഡ്രീം സെഷൻ അതേപടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ് നിജു സാർ അവതരിപ്പിച്ചത്. ഇന്ന് ഞാൻ ഈ നടത്തുന്ന ഈ ഒരു പ്രസന്റേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന ഈ ഒരു സബ്ജക്ട് വിന്നിംഗ് ടീം ലീഡേഴ്സ് സുരേഷ് സാറ് പ്രസന്റ് ചെയ്ത അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ്. അപ്പോ നമ്മളെല്ലാവരും അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ഒന്ന് ശ്രമിച്ചാൽ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെറൈറ്റി ആയിട്ട് ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ഡൗൺലൈൻസിന് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും സിമ്പിൾ ആയിട്ട്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, കിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്റ്റുപ്പിഡ്. ഞാൻ 3 തവണ ഈ ഒരു വേർഡ് യൂസ് ചെയ്തു. അത്ര കണ്ട് സിമ്പിൾ ആക്കി പ്രസന്റ് ചെയ്യുന്ന, എത്ര ലേയേഴ്സിലുള്ള പ്രസന്റർമാര് അല്ലെങ്കിൽ പ്രസന്റേഷൻ ചെയ്യുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ അതിന് ആനുപാതികമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിലേക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ, നമ്മുടെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എത്ര ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റുമോ അത്തരത്തിൽ എത്തിക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും 2025, 2026 ഏറ്റവും കൂടുതൽ ക്രൗൺസിനെയും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ക്രൗൺസിനെയും ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺസിനെയും ഒക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. അതിലൂടെ നമുക്ക് 2 ലക്ഷവും 3 ലക്ഷവും 4 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും പ്രതിമാസ വരുമാനം വാങ്ങാൻ പോകുന്ന ആൾക്കാരെല്ലാം ഇതേ പ്രോസസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അപ്പോ അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ പറയുകയാണ്, എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്താൽ അത് ഡ്യൂപ്ലിക്കേറ്റബിൾ ആണോ, അത് ഡൗൺലൈന് ചെയ്യാൻ പറ്റുന്നതാണോ, അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് അപ്ലൈനോട് ചോദിക്കണം. ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാൽ ലോങ് ടൈം സസ്റ്റൈനബിൾ പ്രോഫിറ്റബിൾ ഡ്യൂപ്ലിക്കേറ്റബിൾ ആയ ഒരു ബിസിനസ് നിങ്ങൾക്ക് ലോങ് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളുടെ ഹയസ്റ്റ് പിന്നിലേക്കും ഹയർ ഡ്രീമിലേക്കും എത്തിക്കാനായിട്ടും സാധിക്കുന്നുണ്ടായിരിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ വിദ്യാശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിട്ട് മാറട്ടെ. എന്നെ ഈ ഒരു സെഷൻ അവതരിപ്പിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ ഓർഗനൈസേഷൻ ഹെഡായ ഷാജി മിതൽ സാറിനും അതോടൊപ്പം തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാവിധ ഫ്രണ്ട്സിനും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ആൾ. God bless all of you. Have a wonderful day. Thank you so much. Thank you ഭീമ. വളരെ മനോഹരമായിട്ടാണ് ഡ്യൂപ്ലിക്കേഷന്റെ കാര്യം ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ഭീമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ സക്സസ് കേട്ടോ. നമുക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ അത്രയും സിമ്പിളായിട്ടല്ലേ പറയുന്നത് അല്ലേ? ഞാൻ എന്തെങ്കിലും വേറെ എക്സ്ട്രാ പറയാറുണ്ടോ? ഞാൻ ചെയ്യുന്ന കാര്യം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നമ്മളെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ. നമ്മൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഉള്ള കാര്യം സിസ്റ്റത്തിലുള്ള അതേപോലെ പറയാൻ സാധിക്കുവാണെങ്കിൽ അതെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു ഏറ്റവും ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു അവസരം തരുന്ന സമയത്ത് അത് അടുത്ത മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യാം എന്ന് പറയാതിരിക്കുവാണെങ്കിൽ നിങ്ങൾ ലീഡറായി മാറുന്നുണ്ടോ? ഒരു ചാൻസ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നാളെ ഒരു MC ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമെങ്കിൽ നിങ്ങളുടെ ലീഡർക്ക് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നുണ്ടാവും. ആ അവസരം ഞാൻ ചെയ്തോളാം സാറേ എന്ന് പറഞ്ഞു അവിടെ ഒരു മോശമോ അല്ല എനർജി പ്രോബ്ലമോ ഒന്നും ഉണ്ടാവത്തില്ലാവില്ല. നിങ്ങളുടെ ലീഡർക്ക് അറിയാം നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. എപ്പോഴും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യാം.
കാരണം ഇപ്പൊ ഇന്ന് രാവിലെ നടക്കുന്ന ഈ CP നമ്മൾ മുന്നേ ചെയ്ത സമയത്ത് റെക്കോർഡ് സെഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ലീഡർമാർ ചെയ്ത സെഷൻ നമ്മൾ പ്ലേ ചെയ്യാറ്. ഇപ്പൊ മുതൽ നമ്മൾ പുതിയ വെർഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളെല്ലാ ലീഡർമാരും ചെയ്യുക. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചെയ്ത് പഠിക്കുക. ഇന്നിപ്പോ നമ്മളെല്ലാ ലീഡറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ഭീമയോട് പറഞ്ഞപ്പോൾ ഭീമേന്റെ ഫസ്റ്റ് ഞാൻ നാളെ തുടങ്ങാന്ന് പറഞ്ഞു. ഫസ്റ്റ് ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഭീമ ഞാൻ ചെയ്തോളാം ഫസ്റ്റ് ദിവസം. ഇപ്പൊ നമ്മൾ കുറെ ലീഡർമാർ ചെയ്തു. കഴിഞ്ഞ 2 ദിവസം മുന്നേ മുജീബ് റഹ്മാൻ ചെയ്തത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിനോട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹം ഇത്രയും ഭംഗിയായി ചെയ്യുന്നുള്ളത്. അദ്ദേഹത്തിന്റെ സെഷൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജ് അദ്ദേഹത്തിന് കേൾപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ കണ്ണു നിറഞ്ഞു പോയി, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കാരണം ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ എന്നേക്കാളും ഇപ്പൊ ഭീമ ചെയ്തതിനേക്കാളും ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു അവസരം നാളെ ഇന്നത് ചെയ്യാൻ ആരെങ്കിലും തരുമോ എന്ന് കഴിഞ്ഞാൽ ഓക്കെ അങ്ങ് പറഞ്ഞേക്കുക. പിന്നെ എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ബാക്കിയാണ്, ഞാൻ ചെയ്തോളാം. എപ്പോഴും നിങ്ങൾ നിങ്ങൾ ലീഡർമാർ നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിവുണ്ടാവും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാനും, അത് നിങ്ങളുടെ ടീമിലെ ആൾക്കാരെ ഈ 100% ഭീമ നേരത്തെ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ലീഡർഷിപ്പ് വളരുന്നതനുസരിച്ച് LOB വരും. ഈ ഒരു ഭീമ എന്ന വ്യക്തി സുരേഷ് രാജുവിന്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ടീമിൽ. അവിടെ ഒരു LOB എനിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ലെയർ താഴെ ഡ്യൂപ്ലിക്കേഷനാണ്. സുരേഷ് രാജു LOB വാങ്ങിക്കുന്നു, ഭീമമ്മയുടെ LOB വാങ്ങിക്കുന്നു, ഭീമമ്മയുടെ താഴെ റിയാസ് ഖാൻ, അതിന് താഴെ ഷാഫി, ഇങ്ങനെ ലൈൻ താഴെ LOB വന്നുകൊണ്ടിരിക്കുക. ഇപ്പം LOB എന്നുള്ള സാധനം എനിക്ക് ആദ്യം ഒരു ബാല്യകാലം മലയായിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു ബുദ്ധിമുട്ടില്ല. LOB വാങ്ങിക്കുന്ന ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഡ്യൂപ്ലിക്കേഷൻ ഈ ബിസിനസ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നതും അത് നമ്മൾ താഴെ വ്യക്തിയെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പഠിപ്പിക്കുക, അത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു ID ക്രിയേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത ഉടനെ അയാളെ കൊണ്ട് ID എടുപ്പിക്കാതെ 1-2 പ്രാവശ്യം ചെയ്യുന്ന കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ട് അദ്ദേഹം അത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ താഴെ വ്യക്തി അത് ചെയ്തോളൂ. അല്ലെങ്കിൽ എല്ലാം നമ്മൾ മേലോട്ട് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ചെയ്ത് പഠിക്കുക. ഇവിടെ നടക്കുന്ന സെഷനുകൾ ചിലപ്പോൾ പല ആൾക്കാരും പല ഫിസിക്കൽ മീറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ പറയും, സാറ് പറഞ്ഞത് തന്നെയാണ് അവിടെയും പറയുന്നുള്ളൂ. പറയുന്ന ആൾക്കാർ മാറ്റം, രീതികൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എല്ലാം സിസ്റ്റത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെ കേട്ടാലും, എവിടെ പോയി ഹിന്ദി സെഷൻ കേട്ട് കഴിഞ്ഞാലും, നിങ്ങൾ കേരളത്തിൽ ഏത് ഇതിൽ പോയി കഴിഞ്ഞാലും എല്ലാവരും ഒരേ കാര്യങ്ങളെ പറയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരും ഒരേ കാര്യം പറയത്തുള്ളൂ. കാരണം ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ ആ ബിസിനസ് സിസ്റ്റമാണ്, അതാണ് പഴയ ആൾക്കാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. ചെയ്യുന്ന രീതികളും വാക്കുകളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ചില ആൾക്കാർ അവരുടേതായ എക്സ്പീരിയൻസിലൂടെ പറയും. ഞാൻ എല്ലാം എൻ്റെ എക്സ്പീരിയൻസിലൂടെ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർക്ക് മോട്ടിവേഷനായി തോന്നുന്നുണ്ടാവും. നമ്മളുടെ ഉള്ള കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യം അങ്ങ് ഷെയർ ചെയ്താൽ മതി. ഈ ബിസിനസ്സിലുള്ള കാര്യം നമ്മളങ്ങ് ഷെയർ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ചെയ്തെന്ന് ആൾക്ക് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എല്ലാ കാര്യം പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പ്രസന്റേഷൻ നമ്മൾ കാണിക്കുന്ന പ്ലാൻ പ്രസന്റേഷൻ, ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന പ്രസന്റേഷൻ, നിങ്ങൾ പല ആൾക്കാരും സ്ഥിരമായിട്ട് ഇവിടെ കേൾക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ആൾക്കാരും, പല ആൾക്കാരും ആ കറക്റ്റ് സമയമാകുമ്പോൾ പ്രസന്റേഷൻ കേൾക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഇതുപോലെ ഞാൻ എപ്പോഴാണ് ചെയ്യണ്ടേ എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതുപോലെ നമ്മളത് ചെയ്യണം. ഇനി മുതൽ ഇവിടെയുള്ള ഓരോ ലീഡേഴ്സും ഈ പ്രസന്റേഷൻ, ഞാൻ ഇവിടെ കുറേ ആൾക്കാരുടെ പ്രസന്റേഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും പറയാറുണ്ട്, പ്രസന്റേഷൻ പഠിക്കാൻ താല്പര്യം ആൾക്കാർ പറഞ്ഞാൽ ഞാനത് സിമ്പിളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ നിങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ താഴെ. അതുകൊണ്ട് ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിനെ അപ്പം തന്നെ ചെയ്യിപ്പിച്ച കേട്ടോ. അദ്ദേഹത്തിന് ആദ്യം ഇതിൽ നിർത്താനുള്ള ഒരു സ്റ്റെപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം വന്ന ഉടനെ എന്താ പഠിച്ചോ, ഡ്യൂപ്ലിക്കേഷൻ ആണ്, ഈ പ്രസന്റേഷൻ വേഗം പറഞ്ഞ് പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മക്കളെ സ്കൂളിൽ പറഞ്ഞായിരിക്കും പിള്ളേർക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയിലുണ്ടല്ലോ. അതുപോലെ ആയിപ്പോ. നിങ്ങൾ ആദ്യം വന്ന് ആ ബിസിനസ്സിൽ വന്ന് ആദ്യം തീരുമാനം എടുക്കാൻ സമയം കൊടുക്കുക. തീരുമാനം എടുത്ത് ആ വ്യക്തി സ്ഥിരമായിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെല്ലാം കാര്യം ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒന്ന് പരിചയപ്പെടാനോ, പുതുതായി ഒരുപാട് ആൾക്കാർ ഇതിന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടാം, സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം.